ഗാസയിലേക്കുള്ള മാനുഷിക സഹായം വിതരണം ചെയ്യുന്ന രീതിയിൽ മാറ്റം വരുത്താൻ ഇസ്രായേൽ മൊത്തവിതരണത്തിൽ നിന്നും മാറി അന്താരാഷ്ട്ര സംഘടനകളെ ഉപയോഗിച്ച് ഗാസയിലെ കുടുംബങ്ങൾക്ക് മാനുഷിക സഹായങ്ങൾ വിതരണം ചെയ്യാനാണ് പദ്ധതി. ഗാസയിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ കരിഞ്ചന്തയിൽ വിറ്റ് ഹമാസ് ഫണ്ട് ശേഖരിക്കുന്നു എന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് ഇസ്രായേൽ നടപടി. ഗാസയിലേക്കുള്ള മാനുഷിക സഹായം വിതരണം ചെയ്യുന്ന രീതിയിൽ സമൂലമായ മാറ്റം വരുത്താൻ പദ്ധതിയിടുകയാണ് ഇസ്രായേൽ. വരും ആഴ്ചകളിൽ ഗാസ മുൻപിലേക്കുള്ള സഹായം പുനരാരംഭിക്കാൻ തുടങ്ങുന്നതിന് മുന്നോടിയായാണ് ഇസ്രായേൽ നീക്കം. ഗാസയിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ കരിഞ്ചന്തയിൽ വിറ്റാണ് ഹമാസ് ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് ശേഖരിക്കുന്നതെന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഇസ്രായേൽ ഗാസയിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ മരവിപ്പിച്ചത്. മൊത്തവിതരണത്തിൽ നിന്നും മാറി അന്താരാഷ്ട്ര സംഘടനകൾക്കും സ്വകാര്യ സുരക്ഷാ കരാറുകാരെയും ഉപയോഗിച്ച് ഗാസയിലെ വ്യക്തിഗത കുടുംബങ്ങൾക്ക് സഹായം വിതരണം ചെയ്യാനാണ് പദ്ധതി. തെക്കൻ ഗാസയിലെ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ സുരക്ഷാ മേഖലയിലേക്ക് എത്തിച്ചേരാൻ ഓരോ കുടുംബത്തിനും ഒരു നിയുക്ത പ്രതിനിധി ഉണ്ടായിരിക്കും. അവിടെ നിരവധി റൗണ്ട് പരിശോധനകൾക്ക് ശേഷം സഹായം വിതരണം ചെയ്യും. കുടുംബ പ്രതിനിധികൾക്ക് അടുത്ത സഹായം എത്തിച്ചേരുന്നതുവരെ ആവശ്യമായ ഭക്ഷണം ഓരോ പെട്ടിയിലും ഉണ്ടായിരിക്കുമെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറഞ്ഞു. പുതിയ രീതി ഹമാസിന് തങ്ങളുടെ ഭീകരർക്ക് സഹായം തിരിച്ചുവിടുന്നത് ബുദ്ധിമുട്ടാക്കുമെന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്നുവെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു. ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഇയാൾ സമീറിന്റെ എതിർപ്പ് കണക്കിലെടുത്ത് സഹായ വിതരണത്തിൽ IDF നേരിട്ട് പങ്കാളിയാകില്ല. എന്നാൽ സഹായം നൽകുന്ന സ്വകാര്യ കരാറുകാർക്കും അന്താരാഷ്ട്ര സംഘടനകൾക്കും ഒരു ബാഹ്യ സുരക്ഷാ പാളി ഒരുക്കേണ്ട ചുമതല സൈനികർക്കായിരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വെടിനിർത്തലിന്റെയും ബന്ദികളെ മോചിപ്പിക്കുന്ന കരാറിന്റെയും ആദ്യഘട്ടം അവസാനിച്ചതിനുശേഷം മാർച്ച് 2-ന് ഇസ്രായേൽ ഗാസയിലേക്ക് സഹായം അനുവദിക്കുന്നത് നിർത്തിവെച്ചു. 6 ആഴ്ച നീണ്ടുനിന്ന വെടിനിർത്തലിൽ ഹമാസ് ഗാസയിലേക്കുള്ള സഹായത്തിന്റെ ഭൂരിഭാഗവും വഴിതിരിച്ചുവിട്ടതായി ഇസ്രായേൽ പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്.